ഭാരതം വജ്രത്തിളക്കത്തിൽ ഭൂമിയുടെ അടിത്തട്ടിൽ വൻ വജ്രശേഖരം. വജ്രത്തിലും ഇനി ആത്മനിർഭരത. ഭാരതത്തിന്റെ ഖനന മേഖലയ്ക്ക് വലിയൊരു കുതിപ്പേകിക്കൊണ്ട് ഛത്തീസ്ഗഡിലാണ് വജ്രശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ മഹാസമുന്ദ് ജില്ലയിലുള്ള ബലോദ ബെൽമുണ്ടി ഡയമണ്ട് ബ്ലോക്കിൽ നിന്നാണ് പ്രാഥമിക ശാസ്ത്രീയ ഖനനം നടത്തിയപ്പോൾ 5 അമൂല്യ വജ്രങ്ങൾ വേർതിരിച്ചെടുത്തത്. ഈ പ്രദേശത്തെ സാരായ്പാലി മേഖലയിൽ നിന്ന് ശേഖരിച്ച് 200 ടൺ ഖനന സാമ്പിളുകൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് മൊത്തം 1.22 ക്യാരറ്റ് തൂക്കം വരുന്ന വജ്രങ്ങൾ കണ്ടെത്തിയത്. രാജ്യത്ത് ഒരു പുതിയ വജ്രമേഖല രൂപപ്പെടുന്നതിന്റെ വലിയൊരു ഭൂമിശാസ്ത്ര സൂചനയായാണ് ഈ കണ്ടെത്തലിനെ ഗവേഷകർ വിലയിരുത്തുന്നത്. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഛത്തീസ്ഗഡ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി രൂപീകരിച്ച NMDC CMDC ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ കണ്ടെത്തൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജിയോ ഫിസിക്കൽ സർവേകളും 500 മീറ്ററോളം നീണ്ട പര്യവേക്ഷണ തുരക്കലുകളും നടത്തിയ ശേഷമാണ് ഇവിടെ വജ്രത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് കമ്പനി തിരിച്ചറിഞ്ഞത്. ഇവിടുത്തെ മണ്ണും പാറക്കല്ലുകളും ഉൾപ്പെടുന്ന 200 ടൺ സാമ്പിളുകൾ മധ്യപ്രദേശിലെ പന്നയിലുള്ള NMDCയുടെ അത്യാധുനിക ഡയമണ്ട് പ്രോസസിംഗ് പ്ലാന്റിലേക്ക് മാറ്റുകയായിരുന്നു. സുരക്ഷിതമായി സൂക്ഷിക്കാൻ നിലവിൽ പ്രാദേശികമായ പ്രത്യേക സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ 5 വജ്രങ്ങളും പന്നയിലെ അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടെത്തിയ 5 വജ്രങ്ങളിൽ 2 എണ്ണം ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ജെം ക്വാളിറ്റി വിഭാഗത്തിൽപ്പെട്ടവയാണ്. തിളക്കത്തിലും സുതാര്യതയിലും മികച്ചവയാണ്. ഇതിന് യഥാക്രമം 0.19 ക്യാരറ്റ്, 0.06 ക്യാരറ്റ് ഇങ്ങനെയാണ് തൂക്കം. വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബാക്കി 3 വജ്രങ്ങളിൽ 1 മഞ്ഞ നിറത്തിലുള്ളതും 2 എണ്ണം തവിട്ട് നിറത്തിലുള്ളതുമാണ്. പര്യവേക്ഷണത്തിന്റെ ഇത്രയും പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉയർന്ന മൂല്യമുള്ള ജെം ക്വാളിറ്റി വജ്രങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വൻതോതിലുള്ള വജ്ര നിക്ഷേപമുണ്ട് എന്നതിന്റെ സൂചനയാണ് എന്ന് ഖനന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ പല പ്രമുഖ വജ്രഖനികളും ആദ്യകാലത്ത് ഇത്തരം ചെറിയ കണ്ടെത്തലുകളിലൂടെയാണ് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം മുറിക്കുന്നതിനും പോളിഷ് ചെയ്യുന്നതിനുമുള്ള ഒരു കേന്ദ്രമാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്നാലും ഇന്ത്യ വിദേശ രാജ്യങ്ങളെ പൂർണ്ണമായും ഈ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാസമുദ്രിലെ ഈ പുതിയ കണ്ടെത്തൽ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആഭരണ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഖനനം നടന്നാൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തേക്ക് വൻ നിക്ഷേപങ്ങളും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പറയുന്നു. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പര്യവേക്ഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്നും കമ്പനി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ഭാവിയിൽ ഇന്ത്യയുടെ വജ്ര തലസ്ഥാനമായ മഹാസമുന്ദ് മാറും എന്നാണ് പ്രതിരോധ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.